ഹലോ ഫ്രണ്ട്സ്, ബൊഗേമില്ല പാരഡൈസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാനൊരു 3 ആഴ്ച മുമ്പ് ഒരു ബൊഗേൻവില്ല റീപോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്ലാന്റിൻ്റെയൊക്കെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു ഭാഗവും, പിന്നെ നമ്മൾ ബൊഗേൻവില്ല വളർത്തുമ്പോൾ നമ്മളെല്ലാവരും തന്നെ നല്ല രീതിയിൽ വളവും വെള്ളവും വെയിലും ഒക്കെ നൽകാറുണ്ട്. പക്ഷേ അതുകൂടാതെ പ്ലാന്റ് നല്ല രീതിയിൽ ഷേപ്പിൽ വളർത്തിയാൽ പൂക്കളുണ്ടാവുമ്പോൾ ഒന്നുകൂടെ കാണാൻ ഭംഗി കൂടുതലായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ പ്ലാന്റുകളൊക്കെ തന്നെ അന്ന് റീപോർട്ട് ചെയ്തതാണ്. ഇതെല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട്. മിക്ക പ്ലാന്റുകൾക്കും നല്ലപോലെ കിളിർപ്പുകൾ, ഒത്തിരി കിളിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ അന്ന് കൊടുത്ത പോട്ടി മിക്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് അത് ഇതുപോലെ നല്ല രീതിയിൽ വളർന്നു വന്നിരിക്കുന്നത്. 2 ആഴ്ച തണലത്ത് വെച്ചതിന് ശേഷം പോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ വെയിലത്തേക്ക് വെച്ചതാണ് കാണുന്നത്. ഇത് ഈ കാണുന്ന ബ്രീസ ബീച്ചാണ്. അത് നല്ലപോലെ ഒത്തിരി പുതിയ കിളിർപ്പുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാന്റുകൾക്കെല്ലാം തന്നെ നല്ലപോലെ കിളിർപ്പുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഷേപ്പ് അധികം നോക്കാറില്ല. കാരണം വെച്ചാൽ ഈ സീസണിൻ്റെ ഏകദേശം ഫ്ലവറിങ്ങിൻ്റെ സമയം കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്ലാന്റ് മാക്സിമം ഹെൽത്തി ആയിട്ട് നല്ല പുഷിയാക്കാൻ വേണ്ടി ഇപ്പോൾ നല്ലപോലെ വളരാൻ അനുവദിച്ചിരിക്കുകയാണ്. അതിനുശേഷം ജൂണിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്ലാന്റുകളൊക്കെ തന്നെ പ്രൂൺ ചെയ്ത് നമ്മൾ വെട്ടി ഒതുക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ബൊഗേമിയയിലേക്ക് നമ്മൾ വെള്ളവും വളവും വെയിലും എല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഷേപ്പിൽ വളർത്തുവാണെങ്കിൽ ഫ്ലവർ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ തന്നെ തറനിരപ്പിൽ നിന്നൊരു 3-4 അടി ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ പൂക്കളെല്ലാം കുലകുലയെ ഉണ്ടായി കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഉണ്ടായിരിക്കുന്ന പുതിയ കിളിർപ്പുകൾ വളർന്നു വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒതുക്കി കെട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി റെഡ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റ് തന്നെ വേറെ ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ കാണുന്നത് ചില്ലി റെഡ് തന്നെയാണ്. ആ പ്ലാന്റ് നമ്മളിപ്പം നിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വേറെ ഷേപ്പിൽ, ഇതിപ്പം ഒരു 2 കൊല്ലം പ്രായമാകുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ വളരാൻ അനുവദിച്ചിട്ട് നല്ല രീതിയിൽ പുഷിയായിട്ട് വളരാൻ അനുവദിക്കും. അപ്പം കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റും നമ്മൾ ആ പ്ലാന്റിൻ്റെ ഇതനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആ തണ്ടിൻ്റെ കടുപ്പം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം ചില്ലി യെലോയാണ്. ഈ ചില്ലി യെല്ലോ എന്ന് പറയുന്നത് ഒരു ഷേപ്പും ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ വളരാൻ അനുവദിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്തിരിക്കുക എന്നാ വെച്ചാൽ ഇതിൻ്റെ തണ്ടിന് കുറച്ചുകൂടെ കടുപ്പം കൂടി കഴിയുമ്പോൾ ഒരു ഷേപ്പിലേക്ക് മാറ്റാമെന്ന് ഓർത്താണ്. അതിന് മുമ്പ് നമ്മൾ ചെറിയ കിളിർപ്പ് ഉണ്ടാകുമ്പോഴേ നമുക്ക് അത് അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വളരാൻ അനുവദിച്ചതിന് ശേഷം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇത് ഈ ചില്ലി യെല്ലോ എന്ന് പറയുന്ന ആ സെയിം പ്ലാന്റ് തന്നെ വേറൊരു പ്ലാന്റ് ഇതുപോലെ തന്നെ തണ്ടിന് കടുപ്പായ സമയത്ത് നമ്മളത് അതുപോലെ നല്ല കെട്ടി ഒതുക്കി വളർത്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ കാണുന്നത് നെസ്കഫെ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം ബൊഗേൻവില്ലയാണ്. ഇതും നല്ലപോലെ പുഷിയായിട്ട് വളർത്തിരിക്കുന്നതാണ്. ഇത് നല്ലപോലെ ഫ്ലവർ ഉണ്ടായ സമയത്ത് ഒരു ഇമേജ് നിങ്ങളിപ്പോൾ കാണിക്കാം. നല്ല ഭംഗിയായിട്ടാണ് അത് നിൽക്കുന്നത്. ഇതും സ്പ്ലാഷ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം ബൊഗേൻവില്ല നല്ല പുഷിയായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒരു 2 വെറൈറ്റി ബൊഗേൻവില്ലയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് മിസ് വേൾഡ് ആൻഡ് റൂബി റെഡ്. ഇത് ഷേപ്പ് ഇല്ലാഞ്ഞ സമയത്തും ഷേപ്പുള്ള സമയത്തും ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഷേപ്പിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതായത് ഹൈബ്രിഡ് ബൊഗേൻവില്ല ഒരു ഭൂരിഭാഗം എണ്ണത്തിലും ഇതിൻ്റെ തണ്ടിന് തീരെ കട്ടി കുറവാണ്. അപ്പോൾ വളർന്നു വരുമ്പോൾ പുതിയ കിളിർപ്പുകൾ ഉണ്ടായി വരുമ്പോഴൊക്കെ തന്നെ അത് നമ്മൾ ഷേപ്പിൽ ഒന്നെങ്കിൽ പ്രൂൺ ചെയ്യുക അല്ലെങ്കിൽ കെട്ടിവെച്ച് കുറച്ച് വളരാൻ അനുവദിച്ചാൽ മാത്രമേ ഉള്ളത് നല്ല രീതിയിൽ ഭംഗിയായി ഫ്ലവറിങ്ങിൽ നിൽക്കുകയുള്ളൂ. ഇതിപ്പോൾ കുറച്ചുകൂടെ പുഷിയായിട്ട് നിൽക്കുന്ന റൂബി റെഡാണ്. ഇപ്പോൾ ഫ്ലവറിങ് എല്ലാം പോയി നിൽക്കുന്നതാണ്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. കൃത്യസമയങ്ങളിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഷേപ്പിൽ കെട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത് നമ്മൾ കാണുന്നത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതായത് ഹവായ് വൈറ്റ് എന്ന് പറയുന്നതാണ്. ഇതിപ്പം തന്നെ തണ്ടിന് തീരെ കട്ടി കുറവായതുകൊണ്ട് നമ്മൾ കമ്പി കൊണ്ട് ഒരു ചെറിയ റൗണ്ട് പോലെ ഉണ്ടാക്കി അതിൽ നമ്മളത് താങ്ങി നിർത്തി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും വെരിഗേറ്റഡ് ലീഫിൽ വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു ഇനമാണ്. ഇത് ഞാൻ ഷേപ്പ് ഇല്ലാഞ്ഞൊരു പ്ലാന്റ് ഷേപ്പ് ആകാൻ വേണ്ടി 4 സൈഡിലും കമ്പ് കൊണ്ട് കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് 3-4 കമ്പുകൾ
ഉപയോഗിച്ചത് കെട്ടി ശരിയാക്കി വെക്കേണ്ടതാണ്. അപ്പം ഞാൻ അതിന് ശേഷം ഒരു മാസത്തിന് ശേഷമുള്ള ആ പ്ലാന്റിൻ്റെ ഷേപ്പാണ് കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ പുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. 4 സൈഡിൽ നിന്ന് ഞാൻ കമ്പ് കൊടുത്ത് അത് കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല പുഷിയായിട്ട് 4 സൈഡിൽ നിന്ന് നല്ല പുഷിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. ഈ കാണുന്ന ഹവായിയൻ പിങ്ക് എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം ബൊഗൈൻവില്ലയാണ്. ഈ ബൊഗൈൻവില്ലയ്ക്കും അതായത് ഈ വെറൈറ്റിക്കും തണ്ടിന് തീരെ കട്ടി കുറവാണ്. അതുകൊണ്ട് നമ്മളത് കെട്ടി ഒതുക്കി നല്ല ഷേപ്പിലാക്കിയില്ലെങ്കിൽ ഇത് ഈ രീതിയിൽ ഭംഗിയില്ലാതെ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ കെട്ടി ഒതുക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 മുളങ്കൊമ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 സൈഡിൽ നിന്നും അത് കെട്ടി ഒതുക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ബൊഗൈൻവില്ല വളർത്തുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ഹൈബ്രിഡ് ബൊഗൈൻവില്ല വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാണുവാണെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ബൊഗൈൻവില്ല നമുക്ക് ഷേപ്പിൽ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വളർത്തുന്നതാണ്. നമുക്ക് ചില പ്ലാന്റുകൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താം. ചിലത് ഇതുപോലെ തന്നെ നിലത്ത് വെക്കുന്ന ടൈപ്പാണെങ്കിൽ അത് നമുക്ക് പുഷിയായിട്ട് ഒത്തിരി പൊക്കം വെക്കാതെ പുഷിയായിട്ട് വളർത്താൻ പറ്റും. അതുകൂടാതെ ചില പ്ലാന്റുകൾ ഞാനിപ്പോൾ കാണിച്ച പോലെ പിന്നെ റൂബി റെഡ്, മിസ് വേൾഡ് ഇങ്ങനെയൊക്കെ ഞാൻ പുഷിയായിട്ട് വളർത്തുന്നത് കൂടാതെ തന്നെ കുറച്ച് വലുപ്പത്തിൽ പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കെട്ടിക്കൊടുത്ത് മുകളിലോട്ട് തന്നെ കെട്ടി വെച്ച് ചെയ്യുന്നതുകൊണ്ട് പ്ലാന്റ് വളരുന്നതനുസരിച്ച് അത് പുഷിയായിട്ട് വരും. ചില പ്ലാന്റുകൾ നമ്മൾ ഒത്തിരി വളരാൻ അനുവദിക്കത്തില്ല. പക്ഷേ കമ്പുകൾ ഉള്ളത് ചെറിയ ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് നല്ല പുഷിയായിട്ട് വളർത്തുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ 4 സൈഡിൽ നിന്ന് ഇതിപ്പോൾ ഈ പ്ലാന്റിന് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ 4 കമ്പ് യൂസ് ചെയ്യണം. അപ്പം ചെറിയ പ്ലാന്റ് ആണെങ്കിൽ 1 or 2 അത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് അതിനകത്ത് കമ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിപ്പം നല്ലപോലെ ഒത്തിരി സൈഡിലേക്ക് ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു 4 കമ്പ് എങ്കിലും വേണം. അതായത് ഞാനിവിടെ മുളം കമ്പാണ് സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് അവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഏത് കമ്പാണോ അത് യൂസ് ചെയ്യാം. അപ്പം ഇത് 4 സൈഡിൽ നിന്ന് നമ്മളത് നല്ല രീതിയിൽ കെട്ടി വെച്ച് കൊടുക്കണം. ചാക്കുന്നൂല ചെറിയ ചരടോ എല്ലാം വെച്ച് നല്ല രീതിയിൽ കെട്ടി വെച്ച് കൊടുക്കണം. ഇപ്പം 4 സൈഡിലും ഏകദേശം ഒരേ അകലത്തിൽ നമ്മളിപ്പം മുളം കമ്പ് നാട്ടി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് 4 സൈഡിൽ നിന്ന് നമ്മളത് ഒതുക്കി കെട്ടി കൊടുക്കണം. ഇതിപ്പം ഞാനിപ്പം ചെറിയ കമ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഒത്തിരി പൊക്കത്തിൽ ഇപ്പം ഞാൻ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ കമ്പാണ്. ഇപ്പോൾ കുറച്ചുകൂടെ പൊക്കത്തിലാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത്, കുറച്ചുകൂടെ പൊക്കമുള്ള കമ്പെടുക്കുക. അപ്പം ഇപ്പോൾ ഉള്ള വലിപ്പത്തിനനുസരിച്ച് കെട്ടുക. മറ്റേ കിളിർപ്പുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുതിയ തണ്ടുകൾക്ക് നീളം വെക്കുന്നതനുസരിച്ച് മുകളിലോട്ട് കെട്ടി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ അടുത്ത റീപോർട്ടിങ്ങിൻ്റെ സമയത്ത് വലിയ കമ്പ് വെച്ച് കുറച്ചുകൂടെ വലിപ്പം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ കമ്പ് എടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ 4 സൈഡിൽ നിന്നും നമ്മൾ അത്യാവശ്യം വേണ്ട രീതിയിൽ കെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഇത് വളർന്നു വരുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ കാണിക്കുന്നത് സിൽവർ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ പക്ഷേ കമ്പിന് അത്യാവശ്യം കട്ടിയുള്ള വെറൈറ്റിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇപ്പം മുമ്പേ കാണിച്ച പോലെ തന്നെ ചെറിയ കമ്പല്ല, ഇത് നല്ല രീതിയിൽ വലുപ്പത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലുപ്പമുള്ള കമ്പാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതും നല്ലപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ 3 വലിയ കമ്പുകൾ ഉപയോഗിച്ച് അല്ല 4 വലിയ കമ്പുകൾ ഉപയോഗിച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അതിനുവേണ്ടി ഇപ്പം നമ്മളിപ്പം ഒരു സൈഡിൽ കമ്പ് നാട്ടി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ നാട്ടി കൊടുത്തതിന് ശേഷം അത് ആ സൈഡിൽ നിന്ന് നമ്മളത് പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണ്.
ഇത് ഈ പ്ലാന്റ് അത്യാവശ്യം വേണ്ട രീതിയിൽ ഇപ്പോൾ നമ്മൾ കെട്ടി ഒതുക്കിയിട്ടുണ്ട്. 4 കമ്പ് എടുത്താണ്, പക്ഷേ അത് 3 കമ്പിനുള്ള വലിപ്പ പ്ലാന്റ് ഉള്ളായിരുന്നു. അതായത് അത്രയ്ക്കുള്ള തണ്ടുകളെ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 കമ്പ് യൂസ് ചെയ്ത് അത് ഇപ്പം കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ പുഷിയായിട്ടിരിക്കുന്ന കുറച്ച് പ്ലാന്റുകളാണ്. ചിലതിനകത്ത് ഫ്ലവറില്ല. അടുത്ത സീസണിലത്തേക്ക് ഇനി ആ രീതിയിൽ ഫ്ലവറിങ് ആകത്തുള്ളൂ. ഇനിയിപ്പോൾ മഴ തുടങ്ങുന്നതായതുകൊണ്ട് ഒത്തിരി ഫ്ലവറിങ് കാണത്തില്ല. കുറച്ച് പ്ലാന്റുകളാണ് കാണിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാനും ചാനൽ തുടങ്ങാനും കുറച്ച് താമസിച്ചു. അതുകൊണ്ട് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉള്ള ചിലതൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഷേപ്പ് ആകാൻ വേണ്ടി നമ്മൾ കമ്പ് കൊണ്ട് കെട്ടി വെച്ച് കൊടുത്ത 2 പ്ലാന്റുകളാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള പ്ലാന്റിൻ്റെ സിറ്റുവേഷനാണ് ഈ കാണുന്നത്. അതായത് പ്ലാന്റ് നല്ല രീതിയിൽ ഷേപ്പിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ച് മുകളിലോട്ട് വളരുകയും പ്ലാന്റ് നല്ല ഷേപ്പ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതായത് മുന്നോട്ട് ഇനി നല്ല രീതിയിൽ പുഷിയായിട്ട് വളരുന്നതാണ്. ഒന്ന് നല്ല പൊക്കം കുറഞ്ഞ രീതിയിൽ, ഒന്ന് നല്ല പൊക്കമുള്ള രീതിയിലാണ് കെട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഷേപ്പിലായിരിക്കും വളരുന്നത്. ഇനിയിപ്പം മുന്നോട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.